ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സായാഹ്ന സമയത്തിൽ ബഹുമാന്യരും പ്രിയമുള്ളവരുമായവരെ, യേശു കർത്താവിൻ്റെ തിരുവചനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ മാത്രം അല്പസമയം സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന സകലരെയും ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അല്പസമയം. ശാരീരികമായ ക്ഷീണം ഇന്നൊരു പരസ്യയോഗത്തിനായി കടന്നു പോകുവാൻ കഴിയാതെ ഇരിക്കുന്നതിനാൽ ഇപ്രകാരം പറയുവാൻ ആഗ്രഹിക്കും. സദൃശവാക്യം 29 അധ്യായം അതിൻ്റെ 2 വാക്യം പറയുന്നത്, നീതിമാന്മാർ വർദ്ധിക്കുമ്പോൾ ജനം സന്തോഷിക്കുന്നു, ദുഷ്ടൻ ആധിപത്യം നടത്തുമ്പോഴോ ജനം നെടുവേർപ്പെടുന്നു. വാസ്തവമായും ഈ വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് കാണുവാൻ കഴിയുന്ന നീതിമാന്മാർ വർദ്ധിക്കുമ്പോൾ ജനം സന്തോഷിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ കൂടി ഇവിടെ അന്ധകാരത്തിലായിരുന്ന അനേക മനുഷ്യർ ഈ ലോകത്ത് സന്തോഷിക്കുവാൻ ഇടയായിത്തീർന്നു. കാരണം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അവർ നീതീകരിക്കപ്പെട്ടവരാണ്. ഇപ്പോൾ ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടണമെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ കൂടി മാത്രമാണ് നീതിമാൻ ആയിത്തീരുന്നത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അനേക കഷ്ടതകളിൽ കിടന്നവർ, ജീവിതത്തിൽ ദാരിദ്ര്യമല്ലാതെ മറ്റൊന്നുമില്ലാതെ ഒരു പ്രത്യാശയുമില്ലാതെ ജീവിച്ച് എപ്രകാരം ജീവൻ അവസാനിക്കും എന്ന് ഒരു കണക്കുകൂട്ടലുമില്ലാത്ത ജനം യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം അവർ നീതീകരിക്കപ്പെടുകയും അവർ സന്തോഷിക്കുകയും ചെയ്തു എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയും. നീതിമാന്മാർ വർദ്ധിക്കുമ്പോൾ ജനം സന്തോഷിക്കുന്നു. ഇപ്പോൾ ദൈനംദിനം നീതിമാന്മാർ ഇവിടെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ അനേക മനുഷ്യർ താളം തെറ്റിയ ജീവിതം നയിക്കുന്നവർ, പ്രത്യാശയില്ലാത്തവർ, പലരും ബന്ധുക്കളാൽ സ്വന്തപ്പെട്ടവരാൽ ഉപേക്ഷിക്കപ്പെട്ടവർ, പല പല സാഹചര്യങ്ങളിലും അവഗണിക്കപ്പെട്ടവർ, അവരെല്ലാം യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം നീതീകരിക്കപ്പെടുകയും ആ നീതീകരണം അവരെ സന്തോഷിക്കുവാൻ വലിയ സന്തോഷത്തിലേക്ക് നയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അത്തരം ഒരവസ്ഥയിൽ നിന്ന് ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽപ്പെട്ട് അതിൽ നശിച്ച് കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാലിപ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. എൻ്റെ സന്തോഷം യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്നുള്ളതാണ്. കാരണം എൻ്റെ ആദ്യത്തെ അവസ്ഥയിലായിരുന്ന അനേക ജനം ഇവിടെയുണ്ട്. അവരിലാരെങ്കിലും നീതീകരിക്കപ്പെട്ട് അവർ ദൈവത്തിൻ്റെ മകനായി മകളായി
ദൈവം അവർക്ക് ഒരുക്കി വച്ചിരിക്കുന്ന നന്മ അവരനുഭവിക്കുകയും അവർ സന്തോഷിക്കുകയും ചെയ്യുന്നത് ഓർക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദകരമായ ഒരവസരമെന്ന് മനസ്സിലാക്കുവാനും എനിക്ക് കഴിഞ്ഞത് മറ്റുള്ളവർ കൂടി പങ്കുവയ്ക്കുവാനുമാണ് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്. ദുഷ്ടൻ ആധിപത്യം നടത്തുമ്പോഴോ ജനം നെടുവീർപ്പിടുന്നു. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ജനത്തിന് സന്തോഷിക്കുവാനുള്ള അവസരം, ജനം നീതീകരിക്കപ്പെടുവാനുള്ള അവസരം, ജനം പ്രത്യാശമുള്ളവരായി ഇരിക്കുവാനുള്ള അവസരം. എന്നാൽ ദുഷ്ടനാധിപത്യം നടത്തുമ്പോൾ അങ്ങനെയല്ല, ജനം നെടുവീർപ്പിടുകയാണ്. എങ്ങനെ ഈ അവസ്ഥയിൽ മുൻപോട്ട് പോകും? എന്തായിരിക്കും നാളത്തെ അവസ്ഥ? അങ്ങനെ അനേകം ചിന്തകൾ മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ദുഷ്ടൻ ആധിപത്യം നടത്തുമ്പോൾ. അപ്പോൾ ദുഷ്ടൻ്റെ ആധിപത്യത്തിന് അവസാനമുണ്ടാക്കുവാനാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. സദൃശവാക്യം 11:19 പറയുന്നത്, നീതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നവൻ ജീവനെ പ്രാപിക്കുന്നു, ദോഷത്തെ പിന്തുടരുന്നവനോ തൻ്റെ മരണത്തിനായി പ്രവർത്തിക്കുന്നു. അപ്പോൾ നീതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നവൻ ജീവനെ പ്രാപിക്കുന്നു. നീതിമാൻ മരിച്ചാലും ജീവിക്കും. അത് മനുഷ്യൻ പറഞ്ഞതല്ല, ദൈവം തന്നെ മനുഷ്യനോട് പറഞ്ഞതാണ്. കാരണം മനുഷ്യൻ്റെ സ്നേഹത്തിന് പരിധികളുണ്ട്, അതിർവരമ്പുകളുണ്ട്, വേലികളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിന് അങ്ങനെ അതിരുകളോ അതിർവരമ്പുകളോ വേലികളോ ഇല്ല. സകല മനുഷ്യരെയും കർത്താവ് സ്നേഹിക്കുന്നു. അവർ തൻ്റെ ജനമാണ്. അവരെ അനുഗ്രഹിക്കുവാനും അവർ വീണുപോകാതെ അവരെ ലക്ഷ്യത്തിലേക്ക് നടത്തുവാനും തൻ്റെ ജീവനെ തന്നെ താൻ ദാനമായി നൽകിയിരിക്കുന്നു. ഇപ്പോഴിവിടെ നീതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നവൻ ജീവനെ പ്രാപിക്കുന്നു. അപ്പോൾ നീതിയിൽ ഒരു മനുഷ്യൻ സ്ഥിരപ്പെട്ടിരിക്കണമെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ അവനെ നീതിമാനാക്കിയ ദൈവത്തിലുള്ള വിശ്വാസം ഓരോ ദിവസവും അവനിൽ വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കണം. ദോഷത്തെ പിന്തുടരുന്നവനോ തൻ്റെ മരണത്തിനായി പ്രവർത്തിക്കുന്നു. ഓരോ ദോഷത്തിലും ചെന്നുപെടുകയും പ്രവർത്തിക്കുകയും അവനവനും മറ്റുള്ളവർക്കും പിന്നെയും അത് ദോഷമായി തീരുവാൻ വേണ്ടി മുൻപോട്ട് നടക്കുന്ന മനുഷ്യൻ അവൻ്റെ മരണത്തിലേക്ക് തന്നെയാണ് അവൻ പോകുന്നതെന്ന് അവൻ അറിഞ്ഞുകൂടാ. എന്നാൽ കർത്താവോ അവനെ സ്നേഹിക്കുന്നു. എപ്പോഴും അവനെ സ്നേഹത്തോടെ വിളിക്കുന്നു. എന്നാൽ അവന് ആ വിളി കേൾക്കുവാൻ കഴിയുന്നില്ല എന്ന് സദൃശവാക്യം 12:28 പറയുന്നത്, നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട്, അതിൻ്റെ പാതയിൽ മരണം ഇല്ല. നീതിയുടെ മാർഗത്തിൽ മാത്രമേ ജീവൻ ഉണ്ടാകുകയുള്ളൂ. അതിൻ്റെ പാതയിൽ മരണത്തിന് യാതൊരു സ്ഥാനവുമില്ല, അവിടെ മരണവുമില്ല. അതാണ് യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ നിത്യജീവൻ നൽകുന്നു. നിത്യജീവൻ്റെ ഉറവകൾ യേശു കർത്താവിൽ നിന്ന്
ഉത്ഭവിക്കുന്നു. അത് ആ ഉറവയിൽ നിന്നും, ആ സ്നേഹത്തിൽ നിന്നും മനുഷ്യൻ നീതീകരിക്കപ്പെടട്ടെ, നീതിമാനാകട്ടെ, നല്ല സന്തോഷത്തോടെ ജീവിക്കട്ടെ, മരണത്തിലേക്കുള്ള വഴികളിലേക്ക് അവൻ യാത്ര ചെയ്യാതിരിക്കട്ടെ, അവൻ ജീവൻ്റെ മാർഗത്തിലേക്ക് മടങ്ങി വരട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ഞാനിപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.